വെൽക്കം ടു ആക്സെന്റ എഡ്യൂക്കേഷൻ. വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുക എന്നുള്ളത് ഒരുപാട് പേര് സ്വപ്നം കാണുന്ന ഒന്നാണ്. നമുക്ക് ചുറ്റും തന്നെ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. വിദ്യാർത്ഥികൾ മാത്രമല്ല, ജോലി അന്വേഷിച്ചു പോകുന്നവർ, അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യാൻ പോകുന്നവർ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് വിദേശ രാജ്യത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ ഇവർക്കെല്ലാവർക്കും പ്രധാനമായും വേണ്ട ഒരു കാര്യമാണ് IELTS. ഈ വീഡിയോയിൽ ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത് IELTS എന്താണ്, എങ്ങനെയാണ് IELTSന് അപ്പിയർ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് IELTSന്റെ മാനദണ്ഡങ്ങൾ എന്നൊക്കെയാണ്. ഇനി എന്താണ് IELTS? നമുക്ക് അതിന്റെ ഫുൾ ഫോം ഒന്ന് നോക്കിയാലോ. ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം. ആ ഫുൾ ഫോം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തിനാണ് IELTS കണ്ടക്ട് ചെയ്യുന്നത്. വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്ന രാജ്യങ്ങളിൽ പോകുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് എത്രമാത്രം എഫിഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് അവരുടെ എത്രമാത്രം സംസാരിക്കാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്ന് നമ്മുടെ കഴിവിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് IELTS നടത്തുന്നത്. IELTS പ്രധാനമായും രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് IELTS അക്കാഡമിക്കും, രണ്ട് IELTS ജനറലും. ഇത് കൂടാതെ മൂന്നാമതൊരു കാറ്റഗറിയും കൂടിയുണ്ട്, UKVI. UK വിസ ആപ്ലിക്കേഷൻസിന് മാത്രമായിട്ടുള്ള ഒരു IELTS ടെസ്റ്റ് ആണ് UKVI. ഇനി നമുക്ക് IELTS അക്കാഡമിക് എന്താണെന്ന് നോക്കാം. IELTS അക്കാഡമിക് പ്രധാനമായും ചൂസ് ചെയ്യുന്നത് വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ പോകുന്ന വിദ്യാർത്ഥികളാണ്. IELTS എക്സാമിന് 4 മൊഡ്യൂൾസ് ആണുള്ളത്: ലിസണിംഗ്, റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏത് ദിവസമാണോ നമ്മൾ ഡേറ്റ് ബുക്ക് ചെയ്യുന്നത് ആ ദിവസത്തിലായിരിക്കും പ്രധാനപ്പെട്ട എക്സാം നടക്കുന്നത്. അതായത് ലിസണിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. ഈ 3 എക്സാമുകൾക്ക് മുൻപോ അല്ലെങ്കിൽ ശേഷമോ, അതായത് മെയിൻ ഡേറ്റിന് മുൻപോ അതിന് ശേഷമോ ഉള്ള ഒരു ദിവസത്തിലായിരിക്കും സ്പീക്കിംഗ് ടെസ്റ്റ് നടക്കുന്നത്. നമുക്ക് ആദ്യം ലിസണിംഗ് എക്സാം എങ്ങനെയാണെന്ന് നോക്കാം. IELTS ലിസണിംഗ് ടെസ്റ്റിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 30 മിനിറ്റോളമാണ്. ഈ 30 മിനിറ്റിൽ നമുക്ക് ലഭിക്കുന്നത് 4 സെക്ഷൻസ് ആണ്. ഈ 4 സെക്ഷൻസിൽ ആകെ മൊത്തം 40 ചോദ്യങ്ങളും. ഓരോ സെക്ഷൻ കയറുന്നതനുസരിച്ച് ഈ എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവലും കൂടി വരും. ടെസ്റ്റിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് എക്സ്ട്രാ ടൈം ലഭിക്കും. നമ്മൾ നേരത്തെ ആൻസേഴ്സ് എഴുതിയിരിക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിലാണ്. ഈ 10 മിനിറ്റ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതിയ ആൻസേഴ്സിനെ ആൻസർ ഷീറ്റിലോട്ട് പകർത്താനുള്ളതാണ്. ഇനി നമുക്ക് റീഡിംഗ് ടെസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. റീഡിംഗ് ടെസ്റ്റിന് നമുക്ക് ലഭിക്കുന്നത് 1 മണിക്കൂറാണ്. ഈ 1 മണിക്കൂറിൽ നമ്മൾ വായിച്ചു തീർക്കേണ്ടതും ആൻസർ ചെയ്യേണ്ടതും 3 പാസേജസിനുള്ള ചോദ്യങ്ങളാണ്. ഈ 3 പാസേജസിന് നമുക്ക് ലഭിക്കുന്നത് 40 ചോദ്യങ്ങളും. ഈ 40 ചോദ്യങ്ങൾക്ക് ആൻസേഴ്സിന് എല്ലാത്തിനും കൂടി നമുക്ക് ലഭിക്കുന്ന ടൈമാണ് ഈ 1 മണിക്കൂർ. ലിസണിംഗ് ടെസ്റ്റിലെ പോലെ റീഡിംഗ് ടെസ്റ്റ് നമുക്ക് എക്സ്ട്രാ ടൈം ലഭിക്കുന്നില്ല. അതുകൊണ്ട് ആൻസേഴ്സ് നേരെ ആൻസർ ഷീറ്റിലേക്ക് എഴുതേണ്ടതാണ്. ഇനി നമുക്ക് IELTS റൈറ്റിംഗ് ടെസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. IELTS റൈറ്റിംഗ് ടെസ്റ്റിന് നമുക്ക് ലഭിക്കുന്നത് 1 മണിക്കൂറാണ്. ഈ 1 മണിക്കൂറിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് 2 ടാസ്കുകളും. ടാസ്ക് 1ൽ നമുക്ക് കിട്ടുന്നത് ഒരു ഡയഗ്രമോ അല്ലെങ്കിൽ ഒരു ഗ്രാഫോ ആണ്. നമ്മൾ എഴുതേണ്ടത് ഇതിന്റെ ഒരു സമ്മറിയാണ്. ഇനി ടാസ്ക് 2 ഒരു എസ്സേ ക്വസ്റ്റൻ ആണ്. ഈ എസ്സേ ക്വസ്റ്റൻ ആണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. ഗ്രേഡിങ്ങിൽ ടാസ്ക് 2നാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ടാസ്ക് 1ന് നമുക്ക് ലഭിക്കുന്നത് 20 മിനിറ്റ് ആണെങ്കിൽ ടാസ്ക് 2ന് നമുക്ക് ലഭിക്കുന്നത് 40 മിനിറ്റ് ആണ്. ഇനി സ്പീക്കിംഗ് ടെസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. 20 മിനിറ്റോളമാണ് സ്പീക്കിംഗ് ടെസ്റ്റിന്റെ ഡ്യൂറേഷൻ. സ്പീക്കിംഗ് ടെസ്റ്റ് 3 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. പാർട്ട് 1ൽ പേഴ്സണൽ ക്വസ്റ്റ്യൻസും കുറച്ച് റാൻഡം ടോപ്പിക്സുമായിരിക്കും ചോദ്യങ്ങളായിട്ട് വരുന്നത്. ഇതിന് ഉത്തരം നൽകുക എന്നതാണ് നമ്മുടെ ടാസ്ക്. പാർട്ട് 2 ആണെങ്കിൽ നമുക്കൊരു ക്യൂ കാർഡാണ് ലഭിക്കുക. ഈ ക്യൂ കാർഡിൽ ഒരു ടോപ്പിക്കും അതിൻ്റെ കുറച്ച് പോയിന്റ്സും ഉണ്ടാവും. തുടർച്ചയായിട്ട് 2 മിനിറ്റോളം ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുക എന്നതാണ് ടാസ്ക്. പാർട്ട് 3 ആണെങ്കിൽ പാർട്ട് 2ന്റെ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇനി IELTS ജനറൽ എങ്ങനെയാണെന്ന് നോക്കാം. IELTS ജനറൽ ചൂസ് ചെയ്യുന്നത് ജോബ് പർപ്പസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ ആണ്. IELTS ജനറലിൽ സ്പീക്കിംഗ് ടെസ്റ്റും ലിസണിംഗ് ടെസ്റ്റിനും യാതൊരു വ്യത്യാസവും ഇല്ല. റീഡിങ്ങിൽ 3 പാസേജസ് തന്നെയാണ് ഉണ്ടാവുക. പക്ഷേ അക്കാഡമിക്കിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ റീഡിംഗ് പാസേജസ് കുറച്ചും കൂടി ഈസി ആയിരിക്കും. എന്നാൽ ജനറൽ റീഡിങ്ങിന്റെ ഗ്രേഡിംഗ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇനി നമുക്ക് റൈറ്റിംഗ് ടാസ്ക് നോക്കാം. റൈറ്റിംഗ് ടാസ്ക് 1ൽ നമുക്ക് ലഭിക്കുന്നത് ഒരു ലെറ്റർ റൈറ്റിംഗ് ക്വസ്റ്റൻ ആണ്. ആ ലെറ്റർ റൈറ്റിംഗ് ക്വസ്റ്റൻ ആണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. റൈറ്റിംഗ് ടാസ്ക് 2ൽ ഒരു എസ്സേ ക്വസ്റ്റൻ ആയിരിക്കും. പക്ഷേ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു എസ്സേ ക്വസ്റ്റൻ ആയിരിക്കും ലഭിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് IELTSനെ കുറിച്ച് ഒരു ധാരണ ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഹാപ്പി ലേണിംഗ് ആൻഡ് താങ്ക് യു.